ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊത്തിരി പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ആദിയുടെ ഡേറ്റ് ഓഫ് ബർത്താണ്. നാളൊക്കെ കഴിഞ്ഞു പോയി, ഇന്നാണ് ഡേറ്റ്. ഞാൻ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണേ. നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് ഉത്സവമൊക്കെ നടന്ന അമ്പലത്തിൽ. ഇന്നലെ രാവിലെ അങ്ങോട്ട് പോവുക. അന്നേരം ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ്സുണ്ട്, എപ്പോഴും ഉണ്ടത്. അതിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അമ്പലത്തിലെല്ലാം ചെന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങിയതാണ്. അന്നേരം അമ്പലത്തിൽ വെച്ച് ഈ കറുത്ത ഒരു സൈസ് ഉറുമ്പില്ലേ, ചോണനുറുമ്പെന്നൊക്കെ പറയുന്നത്, അത് ഇവനെ കടിച്ച് അതിന് കരഞ്ഞ് ഇരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഉച്ചക്കത്തേക്കിന് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെയുള്ള, അല്ലാതെ വലിയ സദ്യയായിട്ടൊന്നുമില്ല. പിന്നെ അവന് ഇല വേണമെന്ന് പറഞ്ഞപ്പം ഒരു ഇല മുറിച്ച് അതിനകത്ത് കൊടുക്കുന്നതേ ഉള്ളേ. സാമ്പാറും അവിയലും അച്ചാറും പപ്പടവും അതൊക്കെ കൂട്ടത്തുള്ളൂ. തോരനൊന്നും കൂട്ടത്തില്ല. പിന്നെ വെറുതെ വെക്കണ്ടല്ലോ എന്നോർത്ത് വെച്ചില്ല. അത് സാമ്പാർ ഒഴിക്കുന്നതിന് കിടന്ന് ബഹളം വെക്കുക. സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു തുള്ളിയേ ഒഴിച്ച് കൊടുത്തുള്ളേ. അതവൻ ഇരിക്കുമ്പം തന്നെ അവൻ തന്നെ ചോറിട്ടാൽ സാമ്പാർ അങ്ങ് മൂടി കാണണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞത് ചോറുണ്ടാകും. തൊട്ടിപ്പുറത്തെ ചേട്ടച്ചാരും ഇരിക്കുന്നുണ്ട്. ചേട്ടച്ചാരുമായിട്ടും വർത്താനം പറയുന്നുണ്ട്. വർത്താനം പറയാമല്ല, വഴക്ക് പിടിക്കുക പപ്പടത്തിൻ്റെ എണ്ണം പറഞ്ഞ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരമായപ്പം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മുടെ മിക്സ് മേടിച്ചതാണ്. ആ മിക്സിനകത്തുനിന്ന് ഞാൻ ആ സേമിയയെല്ലാം തന്നെ മാറ്റിയെടുത്ത് പഞ്ചസാര വേറെ ആക്കി വെച്ചേ. എന്നിട്ട് അതെല്ലാം വറുത്ത് തന്നാലും ഒന്നും കൂടി ചെറുതായിട്ട് നെയ്ക്കകത്തിട്ട് വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് വറുക്കുന്നതിന് മുമ്പ് ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കുന്നതിൻ്റെ കീഴേ തന്നെ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പായസവും റെഡിയായേ. നമ്മുടെ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പായസവും റെഡിയായി. ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷമേ.